പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, യുദ്ധങ്ങളുടെ നടുവിലൂടെ ആണിപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം ലോകത്തിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ എന്നാണ്. ഏറെപ്പേർ യുദ്ധത്തിൽ മരിക്കുന്നു, കെട്ടിടങ്ങൾ നിലം പരിശാകുന്നു, കപ്പലുകൾ തകർക്കപ്പെടുന്നു, ആഹാര സാധനങ്ങൾ വച്ചിരിക്കുന്ന സ്റ്റോറുകൾ കത്തി നശിപ്പിച്ചിരിക്കുന്നു, ജലം ശുദ്ധീകരിക്കുന്ന സംഭരണികൾ ബോംബിട്ട് നശിപ്പിച്ചിരിക്കുന്നു. എവിടെയും യുദ്ധഭീതി, യുദ്ധം പരക്കുന്ന അല്ലാതെ നിൽക്കുന്ന ലക്ഷ്യം കാണുന്നില്ല. ഒരു പക്ഷെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബിലായിരിക്കാം അവസാനിക്കുന്നത് കുറേ കഴിഞ്ഞ്. ഒരു പക്ഷെങ്കിൽ അത് ഈ യുദ്ധങ്ങൾ തുടരുമായിരിക്കും ഏറെ വർഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ തരാൻ പല കാരണങ്ങൾ ഉണ്ട്. ഒരു ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ 7-ാം ദിവസം. 7-ന് ബൈബിൾ ഏറെ അർത്ഥമുണ്ട്. എൻ്റെ വാട്സാപ്പിലൂടെ, എൻ്റെ ടെലഗ്രാമിലൂടെ, ഇമെയിലിലൂടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയ സന്ദേശം 7 കുടുംബങ്ങൾ മുഴുവനായി ആത്മഹത്യ ചെയ്തുവെന്ന്. പല സ്ഥലങ്ങളിലാണ് പ്രാർത്ഥന യാചിച്ച് എനിക്ക് എഴുതിയതാണ് പലരും. അതിൽ ചില കുടുംബങ്ങൾ പട്ടിണി കൊണ്ടാണ്. ഇനി ജീവിക്കാൻ മാർഗമില്ല, കടമുണ്ട്, കടം വീട്ടാൻ സാധിക്കുന്നില്ല, ബാങ്കുകാർ കടം ചോദിക്കുന്നു, കടം വാങ്ങിയവർ അത് കാശ് ചോദിച്ചു വരുന്നു, ഉത്തരമില്ല, ഞാൻ എന്ത് ചെയ്യണം, ജോലി പോയി. മാത്രമല്ല വേറെ 1-2 കുടുംബങ്ങൾ പട്ടിണി കൊണ്ട് മാത്രമല്ല, രോഗം കൊണ്ട്, ചികിത്സിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. മക്കളും മാതാപിതാക്കളും ഒന്നിച്ചുള്ള ആത്മഹത്യ. ഞാൻ നേരെ കപ്പേളയിലേക്ക് പോയി. നിങ്ങൾക്കറിയാവുന്ന പോലെ വീൽ ചെയറിൽ ഇരിക്കുന്ന എനിക്ക് മുട്ടനിക്കാനോ സാഷ്ടാംഗം വീഴാനോ കഴിയില്ല. സക്രാരി തുറന്ന് ഈശോയെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചു, കഥാവി കുടുംബങ്ങളുടെ കാരുണ്യം വർഷിക്കണമേ. അപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കുടുംബങ്ങളാണല്ലോ ഒരു രാജ്യത്തിൻ്റെ ആയാലും സമൂഹത്തിൻ്റെ ആയാലും അടിസ്ഥാനം. അടിസ്ഥാനം നശിക്കുന്നത് കണ്ടുകൊണ്ട് കഥാവെ രക്ഷിക്കണമേ എന്ന് ഞാൻ കണ്ണീരോടെയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ കാണുന്നത് ഒരു 7 എന്ന നമ്പറാണ്. ഞാൻ ശ്രദ്ധിച്ചു, എന്താണ് ഈ കാണുന്ന 7? അപ്പോൾ അത് 7 വർഷക്കാലം വലിയ പട്ടിണി, വസന്ത, അവർ തകർച്ചകൾ വരാൻ പോകുന്നു എന്ന സന്ദേശം ആത്മാവിലൂടെ ഞാൻ ശ്രവിച്ചു. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എങ്കിലും എൻ്റെ അധ്യാത്മ മക്കളോട് പങ്കുവെക്കണമെന്ന് ആത്മാവ് നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു. ഞാനൊരു പ്രവാചകനൊന്നുമല്ല, ഒരു സാധാരണ വൈദികൻ മാത്രം. എന്നാൽ മനുഷ്യർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ മാറ്റി വച്ചവനാണ്, നിങ്ങൾക്കറിയാം. കഥാവിനോട് പറഞ്ഞത് അത് 7 വർഷക്കാലത്തെ പട്ടിണി, യുദ്ധം, കെടുതികൾ, ഏറെ മരണങ്ങൾ, ഇവയൊക്കെയാണ് എനിക്ക് തന്ന സന്ദേശങ്ങൾ. പ്രത്യേകിച്ച് മരിക്കാൻ കാരണം പട്ടിണി. നമുക്കറിയാം, ആഹാര സാധനങ്ങൾ ഇല്ലാതാകുന്നു. ദൗർലഭ്യം നമ്മളിപ്പോൾ അനുഭവിക്കുകയാണല്ലോ. ഇനിയും വർദ്ധിക്കും. കാരണം ഏറെ കർഷകർ കൊല്ലപ്പെട്ടു, ഏറെ പാടങ്ങൾ കൃഷി ചെയ്യാതെ കിടക്കുന്നു. ലോകം മുഴുവൻ, ഇന്ത്യയിൽ മാത്രമല്ല. ഉണ്ടാകുന്ന സ്റ്റോറേജൊക്കെ കത്തി നശിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ പട്ടിണി ഉണ്ടാകാതിരിക്കും? അതുപോലെ ഏറെ മരുന്നുകളുമായി വന്ന കപ്പലുകളൊക്കെ നശിപ്പിച്ചു. മരുന്നിനും ദൗർലഭ്യം ഉണ്ടാകും. രോഗമായി ചെന്നാൽ മരുന്ന് കാണില്ല. ഒരു പക്ഷേ ഇന്നിപ്പം നടക്കുന്ന പോലെ പല ഹോട്ടലുകളും അടച്ചല്ലോ. നമുക്കറിയാം, ഹോസ്റ്റലുകൾ അടയ്ക്കപ്പെടുന്നു. ഒരു തരം ആഹാരം മാത്രമേ കൊടുക്കണം എന്നുള്ള നിബന്ധന. ഇതെല്ലാം വന്നു കഴിഞ്ഞു ഈ 12-13 ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ. എങ്കിൽ ഭാവിയെപ്പറ്റി ഒന്ന് അനുമാനിക്കുക. എവിടെ കിട്ടും ആഹാരം?
ഇനി മാത്രമല്ല ഇപ്പോൾ ആശുപത്രികളുണ്ട്, പക്ഷേ പല ആശുപത്രികളിലും അടച്ചേക്കാം മരുന്നില്ലാതെ. പല ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ജോലിയില്ലാതാക്കാം. മാത്രമല്ല ധാരാളം പേർ അങ്ങനെ മരിച്ചെന്ന് വരാം. രോഗമേറെ വർദ്ധിക്കും. കാരണം നമുക്കറിയാം, ഈ ബോംബിടുന്നതിൻ്റെയും ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെയും അണുപ്രസരണം ഇന്ന് ഈ അന്തരീക്ഷത്തിൽ ഉണ്ട്. നാം എല്ലാം അതാണ് ശ്വസിക്കുന്നത്. അപ്പം ഒത്തിരി രോഗം ഈ ലോകത്തുണ്ടാകും. അണുപ്രസരണം മുഖാന്തരം, ലോകത്തുള്ള ഈ ദുഷിച്ച വായു മുഖാന്തരം. മാത്രമല്ല രോഗാണുക്കളും. നമുക്ക് ആർക്ക് പറയാൻ സാധിക്കും, കോവിഡ് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മഹാമാരി ഉണ്ടാകുമോ എന്നിനി അതുമുണ്ടായെന്ന് വരാം. ഇല്ലെങ്കിലും നമുക്കറിയാം, നമ്മൾ ചില സ്ഥലത്ത് കേട്ടു പോളിയോ തിരിച്ചു വന്നു. അത് തീർത്തും നശിപ്പിച്ച ചില രോഗങ്ങൾ തിരിച്ചു വരുന്നു. പലയിടത്തും ചിക്കൻ പോക്സ്, വസൂരി ഇതൊക്കെ തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഇന്നത്തെ ഈ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കാൻ നിർവാഹമില്ലാതെ മരിക്കും. ഇത് 7 വർഷക്കാലം എന്നെ കർത്താവ് കാണിച്ചു. എന്തുകൊണ്ട്? നമുക്കറിയാം, 7 വർഷം കഴിയുമ്പോൾ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു ലോകത്തിൽ. യേശുവിൻ്റെ മഹാജൂബിലി നമുക്കറിയാം, 2033. അതിന് മുമ്പായിട്ടുള്ള ഈ നോവാണിത് എന്ന് ഞാൻ പറയും. നമുക്കറിയാം, ഇന്ധനക്ഷാമം, അതുപോലെ ഭക്ഷ്യക്ഷാമം, മരുന്നിൻ്റെ ക്ഷാമം ഇതെല്ലാം വന്ന് അമിതമായ വില. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ പൂഴ്ത്തിവെപ്പ്, നമുക്കറിയാം, സിലിണ്ടർ പൂഴ്ത്തിവെക്കുക, ആഹാര സാധനങ്ങൾ പൂഴ്ത്തിവെക്കുക, ഇതൊക്കെ ഓരോ സാധനങ്ങളുടെയും വില കുതിച്ച് ഉയർന്നില്ലേ, ഇനിയും കുതിച്ചുയരും. നമുക്കറിയാം, ഇന്ധനം ക്ഷാമം ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും വില കൂടിയേ മതിയാവും, ഉണ്ടാകാതിരിക്കില്ല. ഇനിയും ഈ സന്ദർഭത്തിൽ നമ്മൾ വിവേകപൂർവ്വം ജീവിക്കണം, ഈ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട്. അത് പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾ പ്രിയപ്പെട്ടവരെ നശിപ്പിക്കാതിരിക്കുക. നമ്മുടെ ഭാരതത്തിലാണ് വെറുതെ ചോറൊക്കെ വലിച്ചെറിഞ്ഞ് കളയുക. ചിലരൊക്കെ പന്നിയും പട്ടിയൊക്കെ വളർത്താൻ ഹോസ്റ്റലുകൾ, അവിടെ സെമിനാരികളൊക്കെ മിച്ചം ആഹാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇട്ടച്ചു തിന്നാതെ. പാവങ്ങൾ പട്ടിണി കിടക്കുന്ന കാലത്ത് പണം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ ആഹാരം കിട്ടാത്ത കാലം വരുമെന്ന് ഞാനിപ്പോഴേ പറയുന്നു. വെറുതെ പണം ദുർവ്യയം ചെയ്യാതിരിക്കുക. 1, ആഹാര സാധനം ദുർവ്യയോഗം ചെയ്യാതിരിക്കുക. 2, അതുപോലെ തന്നെ ഇതൊക്കെ ഒരു കരുതലോടെ സംരക്ഷിക്കുക. കരുതും പണം ദൂർത്തടിക്കാതെ, ഈ കള്ളു കുടിച്ചും അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാതെ സൂക്ഷിച്ചു വയ്ക്കുക. ആവശ്യമാണ് ഭാവിയിൽ. പക്ഷേ പണം കിട്ടാത്ത കാലം വരികയാണ്. അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ തന്നെത്താനെ ഒന്ന് ഉണ്ടാക്കാൻ പരിശ്രമിക്കൂ. ചെറിയ കൃഷി ചെയ്യുക. ചെറിയ ഗാർഡൻ 5 സെൻറ്റേ ഉള്ളെങ്കിലും വല്ലതൊക്കെ കുഴിച്ചിടുക. ഒന്നും കിട്ടാതെ വരുന്ന കാലത്തും പണ്ട് കാലത്ത് യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ആളുകൾ കാച്ചിലും ചേനയും ചക്കയും മാങ്ങയും കൊണ്ട് ജീവിച്ചു. ഇന്നതൊന്നും പറ്റാത്ത അവസരമാണെന്ന് ഓർക്കണം. അങ്ങനെയൊന്നുമില്ല, ആ സംസ്കാരമേ പോയി. അതുകൊണ്ട് കുറേയൊക്കെ ഒന്ന് കൃഷി ചെയ്യുക, നല്ലതായിരിക്കും. 2, മറ്റുള്ളവർക്ക് കൊടുക്കുക. തോബിത്ത് പുസ്തകം പറയുന്ന പോലെ ക്ഷാമമുണ്ടാകാതിരിക്കാൻ ക്ഷാമമുള്ളവർക്ക് സഹായം കൊടുക്കുക. കർത്താവ് തന്നെ പറഞ്ഞു, കൊട നിനക്ക് കിട്ടും, അമർത്തി കുലുക്കി നിൻ്റെ മടിയിലിട്ട് തരും. അത് കർത്താവിൻ്റെ വാക്കാണ്. അപ്പോൾ നമ്മൾ കഴിവിലും അയൽവക്കത്തുള്ള പാവങ്ങളെയൊക്കെ കണ്ട് കഴിവതുള്ള അവരെ സഹായിക്കുക, കടം വീട്ടാനൊക്കെ പരിശ്രമിക്കുക. ആത്മഹത്യയിലേക്ക് അവരെ നയിക്കാതിരിക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്. മാത്രമല്ല, അത് നിങ്ങളെ ഉയർച്ചയ്ക്കും നിങ്ങളെ കർത്താവിൻ്റെ സംരക്ഷണയ്ക്ക് കിട്ടാനും ഒക്കെ കാരണമായി അത് ഭവിക്കും എന്ന് ഞാൻ പറയുകയാണ്. അത് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല, അത് ഏറെ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം. ഈ കാലഘട്ടത്തെ തരണം ചെയ്യുവാൻ, വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ. പ്രിയമുള്ളവർ, ഞാനിങ്ങനെ ഏറെ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദർശനം കണ്ടു. നിങ്ങൾ ഈ ദർശനം വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പ്രൈവറ്റായിട്ടുള്ള ദർശനങ്ങൾ ആരും വിശ്വസിക്കാൻ ബാധ്യസ്ഥർ അല്ല. എങ്കിൽ എൻ്റെ മക്കളോട് ഞാൻ കണ്ടത് ആത്മാവ് പറഞ്ഞതുകൊണ്ട് പങ്കുവയ്ക്കുന്നു. നിങ്ങളൊരു പറയും, മഞ്ഞാക്കളച്ചന്
ആണി പോയതാണ്. ചിലരൊക്കെ അടിയിൽ എഴുതിയൊന്നും വരാം, എഴുതിക്കോ, കുഴപ്പമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പഴയ നിമിത്തത്തിലെ എല്ലാ ദീർഘദർശിമാരെയും അത് മെൻ്റൽ ആശുപത്രി വിടണമായിരുന്നു. മാതാവിനെയും ഔഷപിതാവിനെയും അപ്പസ്തോലന്മാരെയും ഒക്കെ മാനസിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടിയിരുന്നു. അവരെല്ലാം ദർശനങ്ങളിലൂടെയാണ് ദൈവികാര്യങ്ങളും ദൈവത്തിൻ്റെ സന്ദേശങ്ങളും മേടിച്ചത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും സന്ദേശങ്ങളും തരുമെന്ന കർത്താവിൻ്റെ വാക്ക് ഓർക്കുക. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ 52 വർഷമായി ആത്മാവിനാൽ നയിക്കപ്പെട്ട് ലോകമെങ്ങും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരുവൻ ആണ്. അതുകൊണ്ടാണ് പാപിയും അയോഗ്യനായ എന്നിൽ കൂടി കർത്താവ് ഇത് പറയുന്നത്. പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ കാണുന്നത് ഒരു പ്രിസം എന്ന് പറഞ്ഞാൽ 3 വശം മാത്രമുള്ള പ്രിസം, 3 വശമുള്ളല്ലോ, ഒരു വലിയ സൗധം, വലിയൊരു കെട്ടിടം. ഈ ദുബായിലേക്ക് വലിയ കെട്ടിടം പോലെ ഇങ്ങനെ ആകാശം മുട്ടയുള്ള കെട്ടിടം എന്ന് പറയാം നമ്മുടെ പച്ച മലയാളത്തിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു വശത്ത് ഹിന്ദുക്കൾ എന്നെഴുതിയിട്ടുണ്ട്, ഹൈന്ദവ മതത്തിൻ്റെ അമ്പലങ്ങൾ, അതുപോലെ അവരുടെ ദൈവങ്ങളുടെ പടങ്ങളിലെല്ലാമുള്ള ഒരു വശം. ഒരു വശം ഇസ്ലാമാണ്, അവരുടേതായ പടങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹുടെ നാമവും മുഹമ്മദിൻ്റെ നാമവും ഒക്കെ എഴുതിയിരിക്കുന്നു. ധാരാളം പേർ ആ മുസ്ലിം വേഷത്തിൽ കാണാൻ സാധിക്കുന്നു. മൂന്നാമത്തെ ക്രിസ്തീയത, അവിടെ പള്ളികൾ, കപ്പേളകൾ, മഠങ്ങൾ, അതുപോലെ പ്രാർത്ഥനാലയങ്ങൾ, ക്രിസ്ത്യാനികളെയും കാണുന്നു. എന്നാൽ വ്യക്തമായി ഞാൻ ഒന്ന് കണ്ടു, അവിടുത്തെ ആ സ്നേഹമില്ലായ്മ. പ്രൊട്ടസ്റ്റൻ്റുകാർ, പെന്തക്കോസ്തുകാർ, കത്തോലിക്കർ, മർത്തോമക്കാർ, ഇങ്ങനത്തുള്ള വിഭജനം കണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഒരു വലിയ ബോംബ് കൊണ്ട് വീണ് നശിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി ബോംബിൻ്റെ. ഞാൻ ബോംബ് ഇടുന്നത് കണ്ടിട്ടില്ല, വല്ല വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ. ഒരു ആറ്റം ബോംബ് പോലെ തോന്നിച്ചു. ഭയങ്കര പുക, ഭയങ്കര ശബ്ദം, നിലവിളി. ഞാൻ അവർക്ക് മുഴുവൻ നശിച്ചു. കണ്ണടച്ച് ഞാൻ ഈശോയെ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. കർത്താവേ വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പം ഞാൻ മനസ്സിലോർത്തു, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ വീണ്ടും തല ഉയർത്തി നോക്കിയപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഒരു വശം, 3-ൽ 1 വശം നടന്ന് നീങ്ങുന്നു. അവിടെയാണ് ക്രിസ്തുവിൻ്റെ പടവും ക്രിസ്തുവിൻ്റെ നാമവുമുള്ളത്. പോകുന്ന വെള്ളത്തിലേക്കാണ്. അത് സമുദ്രജലമോ നദീജലമോ എനിക്കറിഞ്ഞുകൂടാ. അവിടെ പോയി മുങ്ങുകയാണ്, വീഴുകയാണ്. അവിടെയും ഭയങ്കര നിലവിളി, രക്ഷിക്കണേ 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 എന്ന നിലവിളി ആണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, എല്ലാവരും നശിച്ചു, പ്രളയം പോലെ എന്നെൻ്റെ മനസ്സിൽ വന്നു. അല്ലെങ്കിൽ സോഡോം ഗൊമോറ, ആ രണ്ടും എൻ്റെ മനസ്സിൽ വന്നു. ഇതാ പാപത്തിൻ്റെ പരിണിതഫലം, ലോകം മുഴുവൻ നശിക്കുന്നു എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പെട്ടെന്ന് ഞാൻ കാണുന്നത് വെള്ളവസ്ത്രധാരിയായ യേശുക്രിസ്തുവിനെയാണ്. മനോഹരമായ മുഖത്തോടെ അവിടെ പ്രത്യക്ഷനായിരിക്കുന്നു. ഏറെ പെട്ടെന്ന് തലയിൽ കൈവച്ചുള്ള പ്രാർത്ഥന സ്വീകരിക്കുന്നു. ആത്മാവിന് നൽകലാണ് യേശു. സ്നാനമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അവരെല്ലാവരും മാലാഖമാരെപ്പോലെ വെള്ളവസ്ത്രം ധരിച്ച് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. സന്തോഷം, സമാധാനം, സന്തോഷം മാത്രം ഞാൻ കാണുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു. അപ്പോൾ കർത്താവ് ആ സന്ദേശവും എനിക്ക് വിവരിച്ച് തന്നു. ഞാൻ അത് ബൈബിളിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ലൂക്ക എഴുതിയ അത് സുവിശേഷം വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. 21-ാം അധ്യായത്തിൽ 11 മുതൽ വചനങ്ങൾ, വലിയ ഭൂകമ്പങ്ങളും 10 മുതൽ വചനങ്ങൾ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ഉണ്ടാകും. നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. സിനഗോഗുകളിലും കലാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ സാക്ഷ്യം പറയേണ്ടി വരും എന്ന് പറഞ്ഞ് അത് പോകുന്ന ഭാഗം നിങ്ങൾക്ക് അത് എല്ലാവർക്കും അറിയാം. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, കുറച്ച് കൂടി വായിക്കാം. അതിനുശേഷം പറയുകയാണ്, മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ. എന്നാൽ
നിങ്ങളുടെ വിമോചനം സമീപസ്ഥം ആയിരിക്കുന്നു. ഒരു ഉപമയും അവിടുന്ന് പറഞ്ഞു. അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യം സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോവില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ഇത് കർത്താവിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. അത് പച്ചക്കെ ഞാൻ നിങ്ങളോട് വായിച്ചു. ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കൂ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം അത് തന്നെയായിരുന്നു, അനുദപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ പറയാണ് അധ്യാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ 7 വർഷക്കാലം കണിശമായിട്ട് നമുക്കൊരവസരം കർത്താവ് തരികയാണ്. ജാതി മത ഭേദമന്യേ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ രക്ഷ അവനിൽ കണ്ടെത്താൻ. ഞാൻ ആ വെള്ളത്തിൽ വീഴുന്നതും കെട്ടും തകരുന്നതും കണ്ടപ്പോൾ അവിടെ കൂടെ ഇരിക്കുന്ന രക്ഷ 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 എന്നാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാലേ ഈ രക്ഷയിലേക്ക് നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും കടന്നു വരും. ഒരിഷേറെ ക്രിസ്ത്യാനികൾ നശിച്ചു പോകും. അത് കർത്താവ് പറയുന്നുണ്ട്. വചനം പാലിക്കാതെ വിശ്വസിക്കാതിരിക്കുന്ന ഏറെ പേരുണ്ട് എന്നോർക്കുക. എന്നാൽ അത് ഇപ്പോൾ ഔദ്യോഗികമായി സഭയിലല്ലാത്തവർ രക്ഷപ്പെടും. ഇവിടെ സഭയോ മതമോ ആയിരിക്കില്ല രക്ഷപ്പെടുത്തുന്നത്. ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു, രാജാവും രക്ഷകനുമായി അത് പ്രത്യക്ഷപ്പെടുന്നു. അവൻ വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്നുവെന്ന ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നതാണ് പല പ്രാവശ്യം. അങ്ങേ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുമാണ്. ആ രാജ്യം ഇതാ വരുന്നു. നിശ്ചയമായിട്ടും ഈ രാജ്യത്തിന് ഈ ലോകത്തിൻ്റെ അന്ത്യമാണ് അത്. ഈ ലോകമെന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇല്ലാത്ത ലോകം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ലോകം അത് വരികയാണ്. അതിനായിട്ട് വന്ന ശക്തനായ ദൈവമാണ് യേശു ക്രിസ്തു. ഞാൻ അതിൻ്റെ പഠനങ്ങളിലേക്കൊന്നും അത് കടന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. കാരണം ഒരു വീഡിയോയിൽ ഒത്തിരി പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിരിക്കാനുള്ള ക്ഷമയില്ലല്ലോ. അതുകൊണ്ടാണ് ധ്യാനങ്ങളിലൂടെയൊക്കെ അത് ഞാൻ വ്യക്തമാക്കി കൂടുതൽ സമയം ഇത് സംസാരിക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കൊറിന്തോസുകാർക്ക് പൗലോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അത് കർത്താവ് പഠിപ്പിക്കുന്ന അതേ ഭാഗം ഞാനത് വായിക്കാം. 1 കൊറിന്തോസ് അധ്യായം 15 കർത്താവിൻ്റെ ഉയർപ്പിനെ പറ്റി സംസാരിച്ച ശേഷം പറയുന്ന 23 മുതൽ അഥവാ 22 മുതൽ വചനങ്ങൾ. ആഴത്തിൽ എല്ലാവരും മരണാധീനരായിരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. സത്യം. ആഴത്തിൽ എന്ന് പറഞ്ഞാൽ പാപത്തിൽ, എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ബന്ധനത്തിൽ, അന്ധകാരത്തിൽ. അതാണ്. എന്നാൽ ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ പുനർജീവിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നീ ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ ഒരു ജൈനമതക്കാരനോ ബുദ്ധമതക്കാരനോ അല്ലെങ്കിൽ ഹിന്ദുവോ സിഖ് മതക്കാരനോ ആരുമായിരിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നു, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുനർജീവിക്കും. നിങ്ങൾ പുനർജീവിതത്തെപ്പറ്റി പറയുന്നവരും പഠിപ്പിക്കുന്നവരുമാണല്ലോ പലരും. അത് ഈ ലോകത്തെ ദൈവം വീണ്ടും പ്രസവിക്കും. അത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. യേശു പ്രസവിക്കും, അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയം, ആരുമാകട്ടെ. അതായത് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹം, രക്ഷ പ്രാപിച്ചവരുടെ ഒരു സമൂഹം നിശ്ചയമായിട്ടും വരുന്നു. വിദൂരത്തല്ല, അടുത്ത് തന്നെ. ഈ കാണുന്ന ഗർഭാരിഷ്ടതകൾ തീരുമ്പോഴാണ് ഈ പ്രസവം ഉണ്ടാവുന്നത്. എന്നിട്ട് അടുത്ത വചനം കേൾക്കൂ. എന്നാൽ ഓരോരുത്തരും താങ്കളുടെ ക്രമം അനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, അതെ, രാജാവായ ക്രിസ്തു. അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും എന്ന് പറഞ്ഞാൽ അവനോട് ചേർന്നിരിക്കുന്നവർ, അവനിൽ വിശ്വസിക്കുന്നവർ, അവൻ്റെ ശിഷ്യരായിട്ട് അവനെ സ്നേഹിക്കുന്നവർ, അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നവർ ഏറെയുണ്ട്. യേശുവിനായിട്ടുള്ളവർ ഒറ്റവാക്കി പറഞ്ഞാൽ അവരെ ഒന്നിച്ചു കൂട്ടും. അവൻ്റെ അപ്പോൾ
അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തെ സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. ഹല്ലേലൂയ. ധ്യാനിക്കൂ. എല്ലാം പോകും. പോപ്പ് പോകും, മെത്രാൻ പോകും, അരമന പോകും, റോം പോകും, അന്ത്യോക്യ പോകും. അതെല്ലാം ഈ ഭരണവും അധികാരവും പോവും. ലോകത്തിലെ ട്രംപിൻ്റെ അധികാരവും അല്ലെങ്കിൽ മോദിയുടെ അധികാരവും എല്ലാ ഭരണാധികാരവും നഷ്ടപ്പെടും. ഈ രാജ്യങ്ങളെല്ലാം ഇല്ലാതായിത്തീരും. വേറൊരു ഭാഷ പറഞ്ഞത് ഈ ലോകരാജ്യങ്ങൾ. എന്നിട്ട് അത് ഏക രക്ഷകൻ, ഏക കർത്താവ്, രാജാവാകും. ആ രാജ്യം വരും. പക്ഷേ ചുരുക്കം പേരെ കാണുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, ഈ പ്രവചനം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതെ, ഇത് ബൈബിൾപരമാണ്, സത്യമാണ്. നിങ്ങൾ എന്നെ ഒരു മാനസരോഗിയായിട്ട് കണ്ട് മാനസരോഗത്തിന് ചികിത്സയ്ക്ക് വരണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. നമുക്കറിയാമല്ലോ 1884 ഒക്ടോബർ 13 ലിയോ 13 മാർപ്പാപ്പ വിശുദ്ധ ബലി കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രാർത്ഥനയിൽ ലയിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് ബോധരഹിതനായി നിലത്ത് വീണു. അടുത്തുള്ള മെത്രാന്മാരും കർദിനാളന്മാരും അന്വേഷിച്ചപ്പോൾ ഒരു പേന ചോദിച്ചു. ഒരു കടലാസ് എടുത്തു. അതിനകത്ത് മിഖായേലിനോടുള്ള പ്രാർത്ഥന എഴുതിയുണ്ടാക്കി. പിശാചിനെ രക്ഷിക്കണമേ. അദ്ദേഹം തൻ്റെ ആ കണ്ട കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു എക്സ്റ്റസി ഉണ്ടായി. അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. അതായത് പിശാച് ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ സഭയെ, യേശുവിൻ്റെ വിശ്വാസികൾ ഉൾപ്പെടുന്ന സഭയെ ഒന്ന് ഉരുക്കാൻ, ഒന്ന് കുടയാൻ, ഒന്ന് ഷിഫ്റ്റ് ചെയ്യുവാനായിട്ട് അവസരം തരൂ. ഒരു 100 വർഷമെങ്കിലും ഞാൻ നശിപ്പിക്കുമെന്ന്. ഇത് കണ്ട ആ മാർപ്പാപ്പ അന്നത്തെ എല്ലാ ക്രിസ്ത്യാനികളോടും പറഞ്ഞ് ഈ പ്രാർത്ഥന ദീപബലി കഴിയുമ്പോൾ ചൊല്ലണമെന്ന്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നവീകരണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു മാറ്റി. ഇപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ പ്രത്യാഘാതം അനുഭവിക്കുന്നു. അതൊക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യം. ഇന്ന് ലിറ്റർജി പരിഷ്കരണം, അത് സഭാപരിഷ്കരണം പറഞ്ഞ് തമ്മി തള്ളിയും ഇന്ന് റീത്തിൻ്റെ വിവാദം അല്ലെങ്കിൽ റീത്തിനുള്ള അടിപിടി ഇതെല്ലാമായി അത് സ്നേഹമില്ലാത്ത ഒരു കൂട്ടരല്ലേ ക്രിസ്ത്യാനികൾ. അവരോട് ഞാൻ പ്രത്യേകം പറയുന്നു, അത് ഈ ദൈവരാജ്യം വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ ഏറെ പേർ ആ ദൈവരാജ്യത്തിൽ നിന്ന് അത് നിഷ്കാസിതർ ആകും. ഈ വിജാതിയർ നമ്മൾ വിളിക്കുന്നവരായിരിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തല ഉയർത്തി ആ പിതാവിൻ്റെ ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുന്നത്. ഒരു കാലത്ത് അവരെ നമ്മൾ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളൊക്കെ വിളിച്ചു കാണും. അവരെയൊക്കെ അത് രക്ഷ പ്രാപിക്കാത്തവരെന്ന് പറഞ്ഞു കാണും. രക്ഷ ഉണ്ടാവും. ധാരാളം പേരെ ഒന്നിച്ചു കൂട്ടും. അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ബഹളത്തിനെല്ലാം ഇടയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വലിയ സമൂഹം തല ഉയർത്തുന്നുണ്ട്. വലിയ സമൂഹം ഞാൻ പറയില്ല. അത് നമുക്കറിയാം. ഭാഗ്യസ്മരണനായ 16 ബെനഡിക്റ്റ് മാപ്പ പറഞ്ഞ പോലെ അദ്ദേഹം കർദിനാളായിരുന്ന കാലത്ത് പ്രവചിച്ചാണ്, അത് ഒരു ചെറിയ കൂട്ടം അവശേഷിക്കും. അവർ നന്മകൾ ചെയ്യുന്നവർ, കൽപ്പനകൾ പാലിക്കുന്നവർ, പരിശുദ്ധർ, കൃപയിലായിരിക്കുന്നവർ. അവരെ ആർക്കും അതിജീവിക്കാൻ സാധ്യമല്ല. ആർക്കും അതിജീവിക്കാൻ പാടില്ലാത്ത, ലോകത്തിന് അതിജീവിക്കാൻ പാടില്ലാത്ത, ലൗകിക ശക്തികൾക്കും അധികാരങ്ങൾക്കും സ്വാധീനമില്ലാത്ത യേശുവിൻ്റെ ശക്തി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അത് പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ 11-ാം അധ്യായം റോമാക്കാർക്ക് ലേഖനത്തിൽ. അത് പേടിച്ചു വരച്ച് പൗലോസ് അപ്പോസ്തലൻ കർത്താവിനോട് സംസാരിച്ചു ആദിമ സഭയിലെ പീഡനങ്ങളെപ്പറ്റി. അപ്പോൾ കർത്താവ് പറഞ്ഞത്, കൃപയിലായിരിക്കുന്ന 7000 പേരെ മാറ്റി വച്ചിട്ടുണ്ട്. 7 ആ നമ്പറിൻ്റെ പ്രത്യേകത ഓർത്ത് നോക്കൂ. 7000 ആകാം, 70,000 ആയിരിക്കാം, 7 കോടിയായിരിക്കാം. അത് ഞാൻ മറ്റൊരു പ്രസംഗത്തിൽ പറയുണ്ടായി. കർത്താവ് തിരഞ്ഞെടുത്ത് കൂട്ടുന്നു. ഇവിടെയാണ് അത് നമ്മൾ ആ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ആ 21-ാം അധ്യായം, ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോവില്ല. ഈ തലമുറ ഓർക്കണമേ, ആകാശവും ഭൂമിയും കടന്നു പോകും,
എന്നാൽ അവൻ്റെ വചനം കടന്നു പോവില്ല. പറയാണ്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. സംഭവിക്കാനിരിക്കുന്നവ ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് കിട്ടാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകർ ആയിരിക്കുവിൻ. അത് പ്രാർത്ഥിക്കൂ. കാലങ്ങളിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിതും തരണമേ എന്ന് ചോദിച്ചു പ്രാർത്ഥിക്കുന്നത് അല്ല. പിന്നെയോ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള ആ കൃപയിലായിരിക്കാൻ. അത് ഭൗമിക കാര്യങ്ങൾ വിടൂ, അത് തരണമേ ഇത് തരണമേ എന്നുള്ള പ്രാർത്ഥനയല്ല ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിനോട് ലയിച്ച് ഒന്നായിത്തീരുക, അങ്ങനെ യേശുവിന് ഉള്ളവരായിത്തീരുക. അത് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. അതാണ് കർത്താവ് നമുക്ക് തരുന്ന ആ ഉപദേശം. നമ്മൾ മറന്നു പോകരുത്. അധർമ്മം വർദ്ധിച്ചിരിക്കുന്നു, തിന്മ വർദ്ധിച്ചിരിക്കുന്നു, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്നാൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കൂ. പറയാണ് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം തന്നെ 24 വളരെ വ്യക്തമായി 30 മുതൽ വചനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും, ഭൂമിയിലെ സർവ ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹള ധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവർ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ 4 ദിക്കുകളിൽ നിന്നും അവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അതെല്ലാ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നും എല്ലാ 195 രാജ്യങ്ങളിൽ നിന്നും എല്ലാ ജാതികളിലും ഗോത്രങ്ങളിൽ നിന്നുമുള്ളവരെ, അത് തനിക്കായിട്ടുള്ളവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, തന്നെ രാജാവായി അംഗീകരിക്കുന്നവരെ, വിശ്വസിക്കുന്നവരെ ഒന്നിച്ച് അത് കൂട്ടും. അതെപ്പോൾ നമുക്കറിയത്തില്ല, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അത് ജാഗരൂകർ ആയിരിക്കുവിൻ. നമുക്കതുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കാം, പരോപകാരത്തിലായിരിക്കാം, കൽപ്പനകൾ പാലിക്കുന്നവരായിരിക്കാം പ്രിയ ക്രിസ്ത്യാനികളെ. അതുപോലെ സ്നേഹത്തിലായിരിക്കാം. ഈ ഡിസ്യൂണിറ്റി, അനൈക്യം ഇല്ലാതാകട്ടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങളിന്ന് ഈ രാജ്യമെടുത്ത് നിങ്ങൾ വിജാതി എന്ന് വിളിക്കുന്നവർക്ക് കൊടുക്കും. അതും കർത്താവ് ഉപമകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഫലം കായ്ക്കുന്ന തോട്ടങ്ങളിലേക്ക് പോകും, ഫലം കായ്ക്കുന്നവരിലേക്ക് പോകും. ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രയോ പേര് നമ്മൾ വിജാതിയെന്ന് വിളിച്ചവർ യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്നു. കൂട്ടം കൂട്ടമായി ഈ പ്രതിസന്ധികളിലും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് പല വിജാതിയർ നമ്മൾ വിളിക്കുന്നവരിൽ നിന്ന്. പ്രിയ ക്രിസ്ത്യാനികളെ, ഈ ചലഞ്ച് സ്വീകരിക്കൂ, ഈ വെല്ലുവിളി സ്വീകരിക്കൂ. ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞവനെ കാണില്ല. ആ കർത്താവിൻ്റെ വരവിൽ മതം കാണില്ല, സഭയുമില്ല, അധികാരവുമില്ല, എല്ലാം പോവും. ഒരധികാരം മാത്രം, യേശുവിൻ്റെ അധികാരം. ഒരാൾ മാത്രം ഭരിക്കും. അതിനായിട്ടാണ് അവൻ പിറന്നത്. ആ പീലാത്തോസിന് മുമ്പിൽ പറഞ്ഞതുപോലെ, മാതാവിനോട് അമ്മയോട് പറഞ്ഞതുപോലെ, നെല്ലിൽ പിറക്കുന്നവൻ രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവില്ല. ആ രാജ്യം വരും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങേ രാജ്യം വരണമേ. ആ രാജ്യത്തിലായിരിക്കാം അവിടുത്തെ ഇഷ്ടപ്രകാരം. കർത്താവ് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കൃപയിൽ ജീവിക്കാം. കർത്താവെ, കേട്ട ഇവർ ഓരോരുത്തരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.